ശ്രീ NK അക്ബർ, അങ്ങേക്ക് 9 മിനിറ്റാണ്. സാർ, ഞാൻ ഈ ബജറ്റിനെ പിന്തുണക്കുന്നു. സുന്ദരിയായി പോയതുകൊണ്ട് മാത്രം ജീവിതം ശാപമായി മാറിയ ചില പെൺജീവിതങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഏതാണ്ട് അതുപോലെയാണ് സാർ കേരളം. നമ്മുടെ ആനുകൂല്യം നിഷേധിക്കുന്നതിന് മോദി സർക്കാർ പറയുന്നത് ആളോഹരി വരുമാനം വർദ്ധിച്ചു, ജനസംഖ്യാ വർധനവ് നിയന്ത്രണ വിധേയമാക്കി എന്നീ നേട്ടങ്ങൾ ഒരു കുറ്റമായി കണ്ട് നമുക്ക് ആനുകൂല്യങ്ങൾ നിഷേധിക്കുകയാണ്. ബഹുമാനപ്പെട്ട ധനമന്ത്രി ബജറ്റിൽ പറയുന്ന രണ്ടാം തലമുറ പ്രശ്നങ്ങൾ, ജീവിതശൈലി രോഗങ്ങൾ, വയോജനങ്ങളുടെ വർധനവ് ഈ മേഖലയ്ക്കും കേന്ദ്രം പരിഗണന നൽകുന്നില്ല. ചൈനയിൽ 1970 ആരംഭിച്ച സ്പെഷ്യൽ ഡെവലപ്മെൻറ്റ് സോൺ കേരളത്തിൽ നടപ്പിലാക്കാനുള്ള തീരുമാനം അഭിനന്ദനാർഹമാണ്. തുറമുഖ വികസനത്തിന് മാരിടൈം ഉച്ചകോടിയും അന്തർദേശീയ നിക്ഷേപ സംഗമവും നടത്താനുള്ള തീരുമാനവും പ്രശംസനീയമാണ് സാർ. വിഴിഞ്ഞം തുറമുഖം മെയ് മാസത്തോടെ പൂർണ്ണസജ്ജമാക്കുമെന്നത് വികസനത്തിൽ വിപ്ലവം സൃഷ്ടിക്കും. NH-66 നിർമ്മാണം പൂർത്തിയാകുന്നതോടെ പാശ്ചാത്തല മേഖലയിൽ കേരളത്തിൻ്റെ മാറ്റം വിസ്മയകരമായിരിക്കും. 10 വർഷം മുൻപ് നമുക്കത് സ്വപ്നം കാണാൻ പോലും കഴിയുമായിരുന്നില്ല. കേന്ദ്ര അവഗണന തുടർന്നാൽ തൂങ്ങിച്ചാകാനും പൊട്ടിക്കരയാനുമല്ല നാം തീരുമാനിച്ചിട്ടുള്ളത്. അത് നേരിടാൻ പ്ലാൻ B പുറത്തെടുക്കുമെന്ന് അങ്ങ് പറഞ്ഞത് ശൂരനാട് സഖാക്കളുടെ ശൗര്യം തന്നെയാണ് ഞങ്ങൾ അതിൽ കാണുന്നത്. സാർ, സജീവമായ ട്രഷറിയിൽ പൂച്ച പ്രസവിക്കുമോ സാർ? 2020-21 സംസ്ഥാനത്തിൻ്റെ മൊത്തം ചിലവ് 1,38,884 കോടി. കഴിഞ്ഞ വർഷം 1,58,738 കോടി. ഈ വർഷം 1,68,407 കോടിയായി ഉയരും. ഏകദേശം 30,000 കോടി രൂപയുടെ വർധനവാണ് 3 വർഷം കൊണ്ട് ഉണ്ടായിരിക്കുന്നത്. ന്യായമായ ഒരു ചെലവും സർക്കാർ കുറച്ചിട്ടില്ല. നികുതി ഇതര വരുമാനത്തിലും റെക്കോർഡ് വർധനവ് കാണാം. 2020-21 നമ്മുടെ തനത് നികുതി വരുമാനം 47,661 കോടി. കഴിഞ്ഞ വർഷം 58,341 കോടി. ഇപ്പോൾ 78,000 കോടി. ചുരുക്കി പറഞ്ഞാൽ കേവലം 4 വർഷം കൊണ്ട് നികുതി വരുമാനം ഇരട്ടിയാകുന്നു. തനത് വരുമാനം വർദ്ധിച്ചിട്ടും എന്തുകൊണ്ട് ധനപ്രതിസന്ധി എന്ന് ചിലർ ചോദിക്കും. കേന്ദ്രം പിരിച്ചെടുക്കുന്ന നികുതിയിൽ നിന്നും കേരളത്തിന് അവകാശപ്പെട്ട നികുതി വിഹിതം കൂടി ഉൾപ്പെടുന്നതാണ് നമ്മുടെ ആകെ നികുതി വരുമാനം. അതായത് കേരളത്തിന് 21 രൂപ വരുമ്പോൾ UP-യിൽ 46-ഉം ബീഹാറിൽ 70-ഉമായി അവർ നൽകുന്നു. ഇതിനെ സംബന്ധിച്ച് ഒരു അഭിപ്രായം പോലും 18 പാർലമെന്റ് അംഗങ്ങൾ പറയുന്നില്ല എന്നതാണ് സങ്കടകരം. സാർ, മത്സ്യത്തൊഴിലാളി മേഖലയിൽ കുറച്ചുകൂടി ഫണ്ട് നീക്കിവെക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പഞ്ഞമാസത്തെ ആശ്വാസ പദ്ധതി, പുനർഗേഹം, മത്സ്യഫെഡിനുള്ള ആനുകൂല്യം, മത്സ്യ തുറമുകളിൽ നിന്ന് മണ്ണ് നീക്കം ചെയ്യുന്നതിനും അതുപോലെ ചാവക്കാട് കടപ്പുറത്തെ മുനക്കക്കട ഫിഷ് ലാൻഡിംഗ് സെന്ററിന്റെ സ്ഥലമെടുക്കൽ, മമ്മിയൂർ ഗുരുവായൂർ ഫ്ലൈ ഓവർ നിർമ്മാണത്തിന് ഭരണാനുമതി നൽകൽ ഉൾപ്പെടെ ബീഡി വ്യവസായത്തിനും അതിലേർപ്പെട്ട തൊഴിലാളികൾക്കുള്ള ഇൻകം സപ്പോർട്ട് സ്കീമിനും തുക നീക്കിവെക്കണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ്. സാർ, നവകേരള സദസ്സ് ബഹിഷ്കരിക്കും എന്നാണ് ഇവർ ആദ്യം പറഞ്ഞത്. കുറ്റവിചാരണ സദസ്സ് നടത്തുമെന്ന് പറഞ്ഞു. ഇപ്പോൾ അത് രണ്ടും സോഹ ആയി എന്ന് നമ്മൾ കണ്ടു. പക്ഷേ പിന്നെ ഇവർ പറഞ്ഞു കറുത്ത കൊടി കോൺഗ്രസ് കാണിച്ചു. സാർ, കറുത്ത കൊടിയാണോ കാണിച്ചത്? സാർ, ഇന്നർ ഡ്രസ്സുകളാണ് ഇവർ മന്ത്രിമാർക്കും മുഖ്യമന്ത്രിയുടെ നേരെയും കാണിച്ചത്. അതുവരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാണ് നാട്ടുകാർ ഇവരെ വിളിച്ചത്. പിന്നെ അവർ വിളിച്ചത് ഇന്നർ നാഷണൽ കോൺഗ്രസ് എന്നാണ്. സാർ, ബാബറി മസ്ജിദ് തകർക്കുമ്പോൾ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ആയിരുന്ന മാധവ് ഗോഡ്ബോളെ എഴുതിയ ഒരു പുസ്തകമുണ്ട്. ബാബറി മസ്ജിദ്, രാം മന്ദിർ ഡയലിമ ആൻഡ് ആസിഡ് ടെസ്റ്റ് ഫോർ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അതിൽ അദ്ദേഹം രാജീവ് ഗാന്ധിയെ വിശേഷിപ്പിച്ചത് 2ാം കർസേവകൻ എന്നാണ്. കല്യാൺ സിംഗിനെ അദ്ദേഹം വിശേഷിപ്പിച്ചത് 4ാം കർസേവകനായിട്ടാണ്. 1ാം കർസേവകൻ KK നായരാണ്. പിന്നെ അദ്ദേഹം ഒരു കർസേവകനെ പ്രഖ്യാപിക്കുന്നുണ്ട്. അദ്ദേഹത്തിനാണ് കഴിഞ്ഞ ദിവസം ഭാരതരത്ന കൊടുത്തത്. താൻ പിരിച്ചുവിടാൻ ശുപാർശ ചെയ്തിട്ടും അന്നത്തെ UP-യിലെ കല്യാൺ സിംഗ് ഗവൺമെന്റിനെ പിരിച്ചുവിടാത്ത നരസിംഹറാവുവാണ് മറ്റൊരു കർസേവകനായിട്ട് അദ്ദേഹം പറയുന്നത്. അന്നത്തെ പോലെ ഇന്നും കോൺഗ്രസിന് മൃദു ഹിന്ദുത്വമാണ്. 2018 ബാബറി മസ്ജിദ് കേസിൽ സുന്നി വഖഫ് ബോർഡിന്റെ അഭിഭാഷകനായി കപിൽ സിബൽ കേസ് ഏറ്റെടുത്തപ്പോൾ അദ്ദേഹത്തോട് കേസിൽ നിന്ന് പിന്മാറാൻ കോൺഗ്രസ് ആവശ്യപ്പെട്ടത് ഭൂരിപക്ഷ വോട്ട് ലാക്കാക്കിയാണ്. സാർ, ഇക്കഴിഞ്ഞ ജനുവരി 22 ക്ഷേത്രപ്രതിഷ്ഠാ ചടങ്ങിൽ കമൽനാഥിന്റെ നേതൃത്വത്തിൽ ഹനുമാൻ ചാലീസ്, രാഹുൽ ഗാന്ധിയുടെ ഹനുമാൻ വേഷം, കർണാടകയിൽ സർക്കാർ വക അവധിയും 34,563 ക്ഷേത്രത്തിൽ ആഘോഷം, ഹിമാചൽ മന്ത്രിയുടെ നേതൃത്വത്തിൽ അയോധ്യയിലേക്ക്.
അന്ന് പൂർണ്ണ അവധി. ലോകസഭ പിരിയുന്ന അവസാന ദിവസം രാമക്ഷേത്രം നിർമ്മിച്ചതിനെ അഭിനന്ദിച്ചുള്ള പ്രമേയത്തിൽ വിപ്പ് കൊടുത്ത് എല്ലാ കോൺഗ്രസ് MP-മാരോടും ആ യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പറയുന്നു. ഇതിലും വലിയ നാണക്കേട് എന്താണ് സാർ? പണ്ട് കോൺഗ്രസിൽ നിന്ന് ചില ജഗജീവൻ റാവും മറ്റുമൊക്കെ രാജിവെച്ച് പോയപ്പോൾ പറഞ്ഞത് ജീവൻ പോയി ബഹുഗുണ പോയി ഗുണവും പോയി എന്നാണ്. ഇപ്പോ കമൽനാഥ് പോയി, നാഥൻ പോയി, അശോക് ചൗഹാൻ പോയി, എല്ലാം പോയി എന്നാണ്. സാർ, ആരാണ് സാർ അശോക് ചൗഹാൻ? കഴിഞ്ഞ കോൺഗ്രസ് കേരളത്തിൽ തോറ്റപ്പോ അതിന് കോൺഗ്രസിന്റെ തോൽവിയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ഹൈക്കമാൻഡ് നിയോഗിച്ച കമ്മീഷന്റെ ചെയർമാന്റെ പേരാണ് അശോക് ചൗഹാൻ. ആ അശോക് ചൗഹാൻ കോൺഗ്രസിന്റെ റിപ്പോർട്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഇനി കോൺഗ്രസിനെ രക്ഷിക്കാൻ നല്ല കക്ഷി ആരാണ്? കെ സുധാകരനാണെന്ന് പറഞ്ഞു. അപ്പോ ചൗഹാന്റെ പ്രോഡക്റ്റ് ആണ് സുധാകരൻ. അദ്ദേഹം എന്താണ് പറയുന്നത് എന്നുള്ള കാര്യം ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. ഈ അശോക് ചൗഹാനുമായി നമ്മുടെ പഴയ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ദീർഘസമയമാണ് ബോംബെയിൽ കഴിഞ്ഞ ആഴ്ച ചർച്ച നടത്തിയത്. ഇനി എന്തൊക്കെ ഉണ്ടാവും ദൈവം കാക്കട്ടെ. അതാണ് എനിക്കതിനെ സംബന്ധിച്ച് പറയാനുള്ളൂ. സാർ, ഇപ്പോ കൊല്ലത്തെ MP-ക്ക് പ്രേമം ചന്ദ്രനോടല്ല മോഡിയോടാണ് സാർ. എന്തായാലും എൻഗേജ്മെന്റ് കഴിഞ്ഞു. ഇനി മീനത്തിൽ താലികെട്ട് എന്നാണ് സാർ പറയുന്നത്. ധർമ്മടത്തെ UDF സ്ഥാനാർത്ഥി, കാസർകോട്ടെ KPCC അംഗം, ഇവരൊക്കെ ഇപ്പോൾ എവിടെയാണ് സാർ? AICC അംഗത്തെയും BJP-യുടെ അഖിലേന്ത്യാ സെക്രട്ടറിയെയും ഒരുമിച്ചു കാണണമെങ്കിൽ ചെല്ലുവിൻ ഭവാന്മാരെ തിരുവനന്തപുരം ജഗതിയിലെ ഈശ്വരവിലാസം അഞ്ജനയിൽ, അല്ലെങ്കിൽ അവിടുത്തെ ചരിത്രം വായിക്കുവിൻ എന്നാണ് പറയുന്നത്. ഇവരാണിപ്പോ പിണറായി വിജയന്റെ ബോഡി ലാംഗ്വേജിനെ കുറിച്ച് essay തയ്യാറാക്കുന്നത്. അടുത്ത ഭാരതരത്ന പുരസ്കാരത്തിന് 2 പേരെയാണ് പരിഗണിക്കുന്നത്. ഒന്ന് നമ്മുടെ പ്രതിപക്ഷ നേതാവിന് പത്മഭൂഷൺ, മറ്റൊന്ന് കെ സുധാകരൻ അവർകളെയാണ്. പത്മഭൂഷൺ പുരസ്കാരം പലപ്പോഴും മൂവാറ്റുപുഴ അംഗത്തിനാണ് സാധ്യത. അദ്ദേഹം ബാലനായിരിക്കെ തന്നെ കുറ്റവാളിയാണ്. PDC D-ബാർ ഞാനത് നിഷേധിക്കുന്നില്ല. ഇപ്പോൾ അദ്ദേഹത്തിന് നോട്ടീസ് നൽകിയിരിക്കുകയാണ് ഭൂസംരക്ഷണ നിയമം ലംഘിച്ചത്. ഇങ്ങനെ 2 ക്രിമിനൽ കേസിൽ പ്രതിയായ ഒരാളാണ് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനു നേരെ ആക്ഷേപം ഉന്നയിക്കുന്നത്. ഇനി ബൽക്കീസ് ബാനുവിനെ മാനഭംഗപ്പെടുത്തിയ കേസിലെ പ്രതികളെല്ലാം നാരീശക്തിയെക്കുറിച്ച് സംസാരിക്കുന്നത് പോലെയാണ് ഇവിടെ മൂവാറ്റുപുഴ അംഗമൊക്കെ ഈ കുറ്റത്തിനെതിരെ സംസാരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സാർ, ഇവിടെ കേന്ദ്ര ഗവൺമെന്റിന്റെ ബജറ്റിനെതിരെ ഒരു അക്ഷരം ഇവർ പറയുന്നില്ല. കേന്ദ്രത്തിന്റെ 1 രൂപ വരുമാനത്തിൽ 28 പൈസയും കടമാണ്. കേരളത്തിൽ ഇത് 15 പൈസയെ വരൂ. കേന്ദ്രത്തിൽ 1 രൂപ ചെലവിന് പലിശ 20 പൈസ വരും. കേരളത്തിൽ 14 പൈസ. എന്നിട്ട് നമ്മുടെ നെല്ലിക്കുന്ന് ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് കേരളം വലിയ കടക്കണിയിലാണ്, കേന്ദ്രം വലിയ കേമത്തിലാണ് എന്നാണ് പറയുന്നത്. ഇവിടെ കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടിനെതിരായി ഒരക്ഷരം BJP സംഘപരിവാരത്തിനെതിരായി ശക്തമായ ഒരു നിലപാട് സ്വീകരിക്കാൻ പോലും കഴിയാതെ അവരുടെ B ടീമായി അധപ്പതിച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ട കേരളത്തിലെ പ്രതിപക്ഷം എന്നുള്ളത് സങ്കടകരമാണ്. സാർ, ഞാൻ മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഞാൻ ഒരിക്കൽ കൂടി ഈ ബഡ്ജറ്റിനെ പിന്താങ്ങുന്നു.